പ്രവചനം നടത്തണമെങ്കിൽ ചില ടേംസിൽ നിൽക്കുന്നവരോടെ പ്രവചിക്കത്തുള്ളൂ. എന്താണ് അവന്റെ പ്രവചനം? അവിടെ ആദ്യം പറയുന്നുണ്ട്, നിന്റെ ഭക്തൻ അവൻ മരിച്ചുപോയി, അവൻ എന്റെ ഭർത്താവാണ്. അപ്പൊ ഭർത്താവിനെ കുറിച്ച് നല്ലൊരു തീരുമാനമുള്ള ഒരു ഭാര്യ. ഒന്നത് ഇത് പ്രാർത്ഥിക്കുന്നവരാ, പലരും പ്രാർത്ഥിക്കും, എന്റെ ഭർത്താവ് കൊള്ളത്തില്ല, ഇവനെ എങ്ങനെയെങ്കിലും എന്റെ അടുക്കെന്നൊന്നും മാറും. ഒരിക്കലും അവനെ സമ്മതിച്ചു തരത്തില്ല, ഒരിക്കലും ഐക്യപ്പെടാൻ തയ്യാറുമല്ല. ആൻസാത്രമില്ലെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ പറയുന്നു, അവൻ മരിച്ചുപോയി, അവൻ നിന്റെ ഭക്തനായിരുന്നു. അതുകൊണ്ടാണ് എലീശ അവിടെ ശ്രദ്ധിക്കാൻ കാരണമായി. ദൈവം ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഒക്കെ വേണം കേട്ടോ. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കണം, അത് ദൈവം നമ്മൾ ശ്രദ്ധിക്കുന്നു. നല്ല പ്രവാചകനായ എലീശ അവൾ പറയുന്നത് കേട്ടു. അവളോട് ചോദിച്ചൊരു ചോദ്യം, അമ്മേ നിന്റെ പക്കൽ എന്തുണ്ട്? സ്വതന്ത്രം, ഭർത്താവ് മരിച്ചു, കടക്കാര് സകലം കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, കുഞ്ഞുങ്ങളുള്ളവള്, അവളെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് വേറെ എങ്ങും പോയില്ല. പക്ഷെ അവൾ ഒരു ഭരണ എണ്ണ കാത്തുകൊണ്ടിരുന്നു. അവളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അളവിന് ഒട്ടും കുറവില്ലാതെ അവൾ അത് കാത്തു സൂക്ഷിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയിൽ തന്റെ ഭക്തനായ ഭർത്താവിനെ കുറ്റം പറയാതെ തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരുന്നു. ഇത് കടക്കാർ ചുറ്റും കൂടിയപ്പോൾ ഓടി പ്രവാചകന്റെ മുൻപിൽ ചെന്ന് കാര്യം ബോധിപ്പിച്ചു. ഇന്ന് പകരം പരിശുദ്ധാത്മാവ് പറയുക, നീ നിർമ്മലനെങ്കില്, നീ നിഷ്കളങ്കനെങ്കില്, നീ ദയയുള്ള വ്യക്തിയെങ്കില്, നീ ദൈവത്തെ അനുസരിച്ച വ്യക്തിയെങ്കില്, നീ ദൈവ പൈതലെങ്കില്, നിനക്ക് ദൈവ ഭയമുണ്ടെങ്കില്, നീ ക്രിസ്തുവിനെ പൂർണ്ണമായി പിന്തുടരുന്ന വ്യക്തിയെങ്കില്, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവത്തിന്റെ കണ്ണു തുറന്ന് അവൻ സഹായമായി. നമുക്ക് അവിടെ ആലോചിക്കാൻ ഒരു കാര്യമുണ്ട്. കടം വന്നു, കുഞ്ഞുങ്ങൾക്ക് ആവശ്യഭാരമുണ്ട്, അലട്ടല ഭവനത്തിലുണ്ട്, പലവിധ ചിന്താവിഷയത്തിൽ അവള് ഭാരമുള്ളവളാണ്. അന്നേവരെയോളെ തുണച്ചിരുന്ന ഭർത്താവോളെ വിട്ടുപോയി. എന്നാൽ അവൾ വിശുദ്ധിയെ കൈവിടാതെ അവളിലുള്ള പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചു. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പൂർണ്ണതയിൽ അവൾ ഒരുക്കിക്കൊണ്ടിരുന്നു. അതാണ് പ്രവാചകൻ ചോദിച്ച, നിന്റെ കയ്യിൽ എന്തുള്ളൂ? ഒരു ഭരണി എണ്ണ. അവനിലുള്ള പരിശുദ്ധാത്മാവ്, അതിന്റെ നിറവിനെ പ്രവാചകൻ കാണുകയാണ്. പകലിൽ നീ ഏത് ഘട്ടത്തിൽ, ഏത് അവസ്ഥയിൽ, ഏത് അനുഭവത്തിൽ, ഏതളവിൽ ശൂന്യതയും നിരാശയും വേദനയും സങ്കടവും അനുഭവിക്കുന്നുവോ, അതിന്റെ നടുവിൽ നിന്റെ മേൽ അവന്റെ അഭിഷേകമുണ്ടെങ്കിൽ, അവന്റെ ആത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിനക്കൊരു കോട്ടവും സംഭവിക്കത്തില്ല. ചുറ്റിലും വളയുന്ന ശത്രു വന്നേക്കാം, നിന്നെ തടസ്സപ്പെടുത്തുന്ന, വാദിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ അടിച്ചിടുന്ന കടക്കാർ വന്നെന്നിരിക്കാം, നിന്റെ നേരെ ഭീഷണിയും വെല്ലുവിളിയും ഉയർന്നെന്നിരിക്കാം. നിന്റെ കൂട്ടായ അനുഭവങ്ങൾ മാറി നിൽക്കുമ്പോ, നീ ഏകാന്തത അനുഭവിക്കുമ്പോ, നീ തടസ്സവാദങ്ങൾ അനുഭവിക്കുമ്പോ, നീ കഷ്ടപ്പെടുമ്പോ, നീ ശൂന്യത അനുഭവിക്കുമ്പോ, പലപ്പോഴും നിന്നെ മുക്കിക്കളയുന്ന വൻ പ്രയാസങ്ങള് നിന്റെ നേരെ കവിഞ്ഞൊഴി കടന്നു വരുമ്പോൾ, എന്റെ കർത്താവേ നിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. വചനം, എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയറിയ. നിന്റെ ആത്മാവിന്റെ ദുഃഖം, നിന്റെ ഉള്ളിലെ വേദന അറിയുന്ന പ്രവാചകനായ എലീശ പറയുക, പുറത്തുനിന്ന് വെറും പാത്രങ്ങളെ കയറ്റിവിട്. കുറച്ച് വെറും പാത്രങ്ങൾ കൊണ്ട് നിന്റെ കയ്യിലുള്ള എണ്ണ പകര്, ആ പാത്രങ്ങളിൽ എണ്ണ പകര്. പകല് പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് വിടുതൽ വേണോ? ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമായ നിരാശയിലും വേദനയിലും സങ്കടത്തിലും ആഴമായ കഷ്ടതയിലും കടഭാരത്തിലും ഞെരുക്കത്തിലും കിടക്കുന്ന ആത്മാക്കളെ വിളിച്ചു
കയറ്റി ക്രിസ്തുവിന്റെ എണ്ണ, ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാ, ക്രിസ്തുവിൻ വ്യാപരിച്ച അഭിഷേകത്തിൽ അവരിൽ നീ പകര. ആമേൻ. യേശുവേ സ്തോത്രം. ചിലർ പറയും ഞങ്ങള് വിശുദ്ധരാ, ഞങ്ങളങ്ങനെ പോരാട്ടം ഒന്നും പിടിക്കാൻ പ്രാർത്ഥിക്കത്തില്ല. എന്നോട് ചോദിച്ചവരുണ്ട്, അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ വ്യക്തമായി പ്രവചിച്ചാല് പോരാട്ടം നടത്തുന്നില്ല. സ്തോത്രം. അവേ കർത്താവ് അറിയാതെ ഏത് പോരാട്ടം വരുന്നില്ല. അശുദ്ധിക്ക് പോയാലേ പോരാട്ടം വരുത്തുള്ളൂ, ഇല്ലേ? സ്തോത്രം. തീയുടെ മുമ്പിൽ പാട്ടായി പല്ലി കുടുംബമൊക്കെ കയറുമോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്ത്രീ പാത്രങ്ങളെ വെച്ച് കഥകടച്ചു. ആ വെറും പാത്രങ്ങളിലൊക്കെ അവളിലുള്ള പരിശുദ്ധാത്മാവിനെ പകരാൻ, അവളിലുള്ള എണ്ണയെ പകരാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. അവേ വീണ്ടും അവൾ പ്രവാചകനോട് പറഞ്ഞു, അവേ പാത്രങ്ങൾ ഇനി ഒന്നുമില്ല. മക്കള് പോയി പാത്രങ്ങൾ, വെറും പാത്രം ഒക്കെ കൊണ്ടുവന്ന് നിറച്ചു വെച്ചു കൊടുത്തു. എല്ലാ പാത്രത്തിലും പകർന്നപ്പോ യജമാനന് ഇനി പാത്രമില്ല. സ്തോത്രം. അപ്പോ യജമാനൻ കൽപ്പിച്ചെന്നാ, ആമേൻ, ആ നിറഞ്ഞ എണ്ണ പാത്രങ്ങൾ വിറ്റ്, എണ്ണ വിറ്റ് നീ കടം വീട്ടി. നിന്റെ കടം മാറുന്നത് എങ്ങനെയാ? നിന്നിലുള്ള അഭിഷേക തൈലം, ആമേ, നിന്നിലുള്ള ശക്തി, ആമേ, നിന്നിൽ നിന്ന് ആമേ പുറപ്പെടുന്ന വിടുതൽ ശുശ്രൂഷ, ആമേ, നിന്നിൽ നിന്ന് അഭിഷേക തൈലം അനേകർ കൊഴുക്കുമ്പോൾ, അനേകർ വിടുതൽ പ്രാപിക്കുമ്പോ, അനേകർ രക്ഷിക്കപ്പെടുമ്പോ, അനേകർ ദൈവത്തെ അറിയുമ്പോ, അനേകർ ദൈവത്തോട് അടുക്കുമ്പോ, അനേകർ ദൈവത്തിൽ വിശ്വസിക്കുമ്പോ, അനേകർ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോ, അനേകർ ഉദ്ധരിക്കപ്പെടുമ്പോ, അനേകർ യേശുവിലേക്ക് നോക്കുമ്പോൾ, അനേകർ മാനസാന്തരപ്പെടുമ്പോൾ, ആമേൻ, ആമേൻ, നിന്റെ സ്ഥിതി അവൻ മാറ്റും. എന്റെ ജനത്തിന്റെ സ്ഥിതി മാറുമ്പോൾ യഹൂദേ നിനക്ക് പോയി, ആമേ, നിനക്കൊരു വിടുതൽ, നിനക്കൊരു വിശാലത വരണോ? ആമേൻ, ആമേൻ, നിനക്കൊരു വിശാലത വേണോ? ആമേൻ. സ്തോത്രം. ജനത്തിന്റെ സ്ഥിതി മാറണം. ഞങ്ങൾക്കുള്ളത് ആർക്കും കൊടുക്കത്തില്ല, ഞങ്ങൾക്ക് പോരാട്ടം ഒന്നും പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിശുദ്ധനെ അല്ല ദൈവത്തിന് ആവശ്യം. ആമേൻ. കർത്താവ് പറഞ്ഞു, പോകുകയും ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ. ആമേൻ. കർത്താവ് പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കും. സ്തോത്രം. ആമേൻ. ദൈവം പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മരുഭൂമിയിൽ വെച്ച് എന്റെ ജനം, ആമേ, നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ ശബ്ദം കേട്ടിട്ടും അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ, അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്യുന്നതാണ്. ഇന്ന് പകലിൽ ഒരു യാക്കോബായി നമ്മൾ നിൽക്കുന്നു, അതോ ഇസ്രായേലായി നമ്മൾ മാറുന്നു? ദൈവം നമ്മളോട് ചോദിക്കുക, നമ്മുടെ ഉദ്ദേശം അവേ ചില കാര്യങ്ങൾ നേടിയെടുക്കുക മാത്രമാണോ, അതോ കർത്താവിന് പ്രയോജനമുള്ളവരായി അനേകരെ ക്രിസ്തുവിലേക്ക് അവയെ അടുപ്പിച്ചു കൊണ്ടുപോകുക, അനേകരെ യേശുവിന്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അനേകരെ വിശുദ്ധിക്കായി ഒരുക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എവിടെയാണ് ദൈവത്തിന്? ഏത് പാതയിൽ നോക്കിയാലും ഒന്ന് പ്രാർത്ഥിച്ചേരേ. ക്രമീകരണം ഇഷ്ടമില്ല, ഉപദേശം ഇഷ്ടമില്ല. വചനത്തെ പിറകിലെറിഞ്ഞ് ശാഠ്യത്തിലും ദുരഭിമാനത്തിലും ആമേൻ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം കാര്യങ്ങൾ സാധിക്കേണ്ടത് ഓടുമ്പോൾ ദൈവം പറയാ, ഒരു നിമിഷം മതി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. യാക്കോബേ, രാത്രി മുഴുവൻ നീ മല്ല് പിടിച്ചത് സത്യമാണ്, പക്ഷേ ഉഷ സൂചിക്കുന്നത് വരെ ആമേൻ നീ പോകാതെ എന്റെ മുൻപിൽ നിന്നില്ല. മാത്രമല്ല ഒറ്റ പിടുത്തം, മല്ല് പിടുത്തം. ആരെ? അല്ലേ? യാക്കോബിന് ഭൂമിയിലുള്ള സമ്പത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വായൊക്കെ കാണിച്ച് ആദ്യം ഭാര്യയെ, ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിട്ടു, രണ്ടാമത് റാഹേലിനെ വിട്ടു, സമ്പത്തുകളെല്ലാം ഏശാവിനെ തൃപ്തിപ്പെടുത്താൻ മുമ്പേ വിട്ടുകൊടുത്തു. പക്ഷേ എത്ര സമ്പത്തിന്റെ ഉടയവരാണെങ്കിലും, എത്ര വിശാലതയുള്ളവരാണെങ്കിലും, എത്ര
ശ്രേഷ്ഠത പൊക്കി കാണിക്കുവാൻ ആമേ ഉള്ളവരാണെങ്കിലും എത്ര മാന്യരാണെങ്കിലും ആമേ ചില കൊളുത്തുകൾ നിന്റെ ജീവിതത്തിന്റെ നേരെ വെല്ലുവിളിയായി നിൽക്കുമ്പോ, ചില പ്രതികൂല ശക്തി, ചില രോഗബലം വിട്ട് നിന്നെ ബാധിക്കുമ്പോ, നിന്റെ കുടുംബത്തിലാമേ ചിലത് ആമേ ദൈവത്തിന്റെ കൊളുത്തിൽ വീണ് ആമേ ദൈവഹിതം വിട്ട് അന്യപ്പെട്ട് നടക്കുമ്പോ, ആമേ ചിലത് ആമേ നിന്റെ തലമുറ തന്നെ തെറ്റി ഉഴന്നു പോകുമ്പോ, സത്യത്തിന്റെ പാത വിട്ടു പോകുമ്പോ, ദൈവം പറയുക, മാതാവേ പിതാവേ മടങ്ങി വാ, നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. സ്തോത്രം. നമുക്ക് അനുഗ്രഹം മതി. ശരിയാക്കോതോ രാത്രി മുഴുവൻ മല്ല് പിടിച്ചെന്ന് എന്തിനാ? അനുഗ്രഹം ഇഷ്ടം പോലെ മുമ്പേ പോയില്ലേ? പോരാ, ഭൗതിക അനുഗ്രഹം പോരാ. എന്റെ എതിരാളി അനുകൂലപ്പെട്ട് വരുന്നെന്ന് എനിക്കറിവില്ല. അവനിൽ ബാധിച്ചിരിക്കുന്ന ശക്തി ഏതെന്ന് എനിക്കറിവില്ല. അവൻ ആമേൻ എന്നെ അലട്ടുന്നത് എങ്ങനെയെന്ന് എനിക്കറിവില്ല. ഓ, അവനെ പ്രതി ഭീതി എന്നെ പിടിച്ചിരിക്കുകയാണ്. അവൻ ആ ഭീതിയുടെ ശക്തി കൊണ്ട് യാക്കോബ് പറയുകയാണ്, ആമേൻ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കത്തില്ല. ദൈവിക അനുഗ്രഹം വരും വരെ, നീ ദൂതനുമായി മല്ല് പിടിക്കും വരെ, യഥാർത്ഥമായി നീ ഇസ്രായേൽ ആകും വരെ, ചില സ്ഥാനത്തു ഭീതിയുടെ ശക്തി നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ, നിന്റെ ദേശത്തെ, നിന്റെ ബന്ധുജനത്തെ വട്ടം ചുറ്റി കറക്കിയെന്നിരിക്കാം. എന്നാൽ യഥാർത്ഥ സത്യത്തിന് വേണ്ടി നീ ഏൽപ്പിച്ചു കൊടുക്കും. ദൂതനെ വിടുകയില്ല. എന്റെ സമ്പത്തൊന്നും എന്നെ രക്ഷിക്കുകയെന്ന് മനസ്സിലായി അല്ലേ? യാക്കോബിന് മനസ്സിലായി, എന്റെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കി ഉപായത്തിൽ കൂട്ടിയതൊന്നും സമാധാനം തരത്തില്ല. പിടിക്കേണ്ടവനെ മുറുകെ പിടിച്ചപ്പോൾ, അനുഗ്രഹിക്കേണ്ടവൻ അനുഗ്രഹിച്ചപ്പോൾ, അനുസരണത്തിന്റെ മുമ്പിൽ അവൻ താണപ്പോൾ, വിധേയത്വം അവൻ കാണിച്ചപ്പോൾ, വിശ്വാസം അവൻ വർദ്ധിച്ചപ്പോൾ, നീയല്ലാതെ എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരമല്ലെന്ന് ചിന്തിച്ചപ്പോ, ഉപായത്താൽ ഞാൻ ചെയ്തു കൂട്ടിയ അനുഭവം അല്ല എന്നെ രക്ഷിക്കേണ്ടതെന്ന് അവന്റെ ഹൃദയത്തിൽ തോന്നിയപ്പോൾ, ദൈവം അവന്റെ ചൂടയുടെ തളത്തിൽ ഒന്ന് തൊട്ട് അവനെ അനുഗ്രഹിച്ചു വിട്ടത്. ഇന്ന് പകൽക്കാലം ചില തൊടലുകൾ ദൈവം ആഗ്രഹിക്കും. വിധേയപ്പെടാത്തതിനെ തൊടാൻ ദൈവത്തിനറിയാം. വിശ്വസിക്കാത്തതിനെ തൊടാൻ ദൈവത്തിനറിയാം. ദൈവഹിതത്തിന് വരാത്തതിനെ ദൈവത്തിന് തൊടാൻ അറിയാമെന്ന്, ഉപായത്താൽ പോകുന്നതിനെ ചിലതിനെ തൊടാൻ ദൈവത്തിനറിയാം. സത്യം വിട്ട് നടക്കുന്ന ചിലതിനെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് നടക്കുന്ന ചിലതിനെ ദൈവം തൊടും. ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്കുക, യഥാർത്ഥമായി നമ്മൾ സമ്മതിക്കും വരെ ഇഹലോകത്തിലെ നന്മകൾ ഒന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ പിടിയുണ്ട്. ദൈവഹിതത്തിന് സമർപ്പിക്കും വരെ, ദൈവഹിതം നമ്മൾ ചെയ്യും വരെ അവന്റെ പിന്നാലെ നടക്കും. അവൻ നമ്മളെ വിളിച്ച ദൈവമാണ്. വഴിയിലിടുന്ന ദൈവമല്ല, നമ്മളെ അനാഥമായി വിട്ടുകളയുന്ന ദൈവമല്ല. കഷ്ടങ്ങൾ അവൻ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പറയുന്നു, കീഴേ എന്റെ ശാശ്വത നിങ്ങളെ കാണിക്കും. വചനത്താൽ